ഈ സീസണിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും കരുത്തുറ്റ എതിരാളികൾ ഗണ്ണേഴ്സ് ആണോ? ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലിനോട് തകർന്നടിഞ്ഞതിന് ശേഷം ജോഷുവ കിമ്മിച്ചിന് മുന്നിൽ ഇങ്ങനെ ഒരു ചോദ്യമെത്തി. അല്ലെന്നായിരുന്നു കിമ്മിച്ചിന്റെ മറുപടി. ഒറ്റ വാക്കിൽ അയാൾ PSG എന്ന് ഉത്തരം നൽകി. പാർക്ക് ഡേ പ്രിൻസസിലിട്ട് PSG ബയൺ കശക്കി എറിഞ്ഞിട്ട് ഒരു മാസം തികച്ചായിട്ടില്ല. ഗണ്ണേഴ്സിനോടാണെങ്കിൽ 3-1 അടപടലം തകർന്നടിക്കുകയും ചെയ്തു. അപ്പോൾ ആഴ്സണലിന്റെ പ്രശ്നം എന്താണ്? അർട്ടേറ്റയുടെ സംഘം സെറ്റ് പീസുകളെ ഗോളുകൾക്കായി വല്ലാതെ ആശ്രയിക്കുന്നു എന്നാണ് കിമ്മിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇത് കുറെ കേട്ടിട്ടുണ്ട്. വേറെ വല്ലതും? അവർ ലോങ് ബോളുകൾ വല്ലാതെ കളിക്കുന്നു. പിന്നെയോ ആൻഡ് ദേ ലവ് ടു ഫൈറ്റ് ഫോർ സെക്കൻഡ് ബോൾ, കിമ്മിച്ച് പറഞ്ഞു നിർത്തി. സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടുന്നത് ഒരു മഹാപാതകമാണെന്ന് അർട്ടേറ്റ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിക്കോളാസ് ജോവർ ടച്ച് ലൈൻ അരികിലിരുന്ന് ചിരിക്കുന്നുണ്ട്. ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ സീൻസ്. ബയണിനെതിരെയും ഗണ്ണേഴ്സിന്റെ സെറ്റ് പീസ് ബ്രില്യൻസ് ആവർത്തിച്ചു. ടിംബറിന്റെ ആദ്യ ഗോൾ വന്നത് സാക്കി എടുത്ത കോർണറിൽ നിന്നാണ്. മാർട്ടിനെല്ലിയുടെ ഗോൾ പിറന്നതാകട്ടെ കൗണ്ടർ അറ്റാക്കിൽ എസയുടെ ലോങ് ബോളിലും. കോർണറിൽ നിന്ന് മാത്രം 10 ഗോളുകൾ ഈ സീസണിൽ ഗണ്ണേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ ഒറ്റ ടീം പോലും അതിനടുത്തില്ല. അപ്പോൾ അതാണ് പ്രശ്നം. കിമ്മിച്ചിന് ആഴ്സണൽ PSG വലിയ എതിരാളിയായി തോന്നിയിട്ടില്ലെങ്കിലും അർട്ടേറ്റയുടെ അഭിപ്രായത്തിൽ ബയണാണ് യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീം. അവരെ തകർത്തു എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ തങ്ങൾ ഇതിനേക്കാൾ ഭയക്കുന്നൊരു ടീമില്ലെന്ന് കൂടെ അതിനെ വായിക്കണം. അപ്പോൾ റയൽ മാഡ്രിഡോ? ഡെക്ലാൻ റൈസ് വാണ്ട്സ് ടു നോ യുവർ ലൊക്കേഷൻ. ഫുട്ബോൾ ചരിത്രത്തിൽ ബയണിനോട് ഏറ്റവും അധികം കണക്കുകൾ തീർക്കാനുള്ളത് ചിലപ്പോൾ ഗണ്ണേഴ്സിനായിരിക്കും. 5-1 ആ സ്കോർ ബോർഡ് ആഴ്സണൽ ആരാധകരുടെ ഉള്ളിലൊരു നീറ്റലാണ്. 3 തവണ തുടർച്ചയായി ഒരേ സ്കോറിൽ തോൽക്കുക, അതും ദ ലെജൻഡറി ആഴ്സൺ വെംഗറിന് കീഴിൽ. ആ മുറിപ്പാടുകളൊക്കെ ഉണക്കാൻ മാത്രം പോന്നതല്ലെങ്കിലും ഈ ജയം ആരാധകർക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഈ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ നാളെ ഇതുവരെ ഗണ്ണേഴ്സ് തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കളിച്ച് 5-ൽ 5 ജയിച്ച് 15 പോയിന്റോടെ തലപ്പത്ത്. ഇനി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിലേക്ക് നോക്കൂ. കളിച്ച 12 മത്സരങ്ങളിൽ 9 ജയിച്ചു, 29 പോയിന്റോടെ അവിടെയും ടോപ്പ് ഓഫ് ദ ടേബിൾ. ഇംഗ്ലീഷ് മണ്ണിൽ ഇതുവരെ ഗണ്ണേഴ്സ് തോറ്റത് ഒറ്റ തവണയാണ്. അതാകട്ടെ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനോടും. ആ ലിവർപൂളിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ബയണിന് വീഴ്ത്തുന്നതിന് 4 ദിവസം മുമ്പ് ടോട്ടനാമിനെ 4-1 തരിപ്പണമാക്കിയിട്ടേ ഉള്ളൂ. ആഴ്സണലിനെ തേടി കുറെ മരണപ്പോരുകൾ കാത്തിരിക്കുന്നുണ്ട്. കരുതിയിരിക്കാൻ ഒരാഴ്ച മുമ്പ് മുന്നറിയിപ്പ് നൽകിയവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ആൻഫീൽഡ് അപ്പുറത്ത് കത്തിയമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് എമിറേറ്റ്സ് എതിരാളികളുടെ നരകമായി ഉയർക്കൊള്ളുന്നു. ദ ഇൻവിൻസിബിൾ. 2 പതിറ്റാണ്ട് കാലം പുറകിലേക്ക് സഞ്ചരിക്കണം. 2003-4 സീസണിലാണ് ഗണ്ണേഴ്സ് അവസാനമായി പ്രീമിയർ ലീഗ് കിരീടം അണിയുന്നത്. തിയറി ഹെൻറിയും പാട്രിക് വിയറയും ഡെന്നീസ് ബർക്കാമ്പും ഒക്കെ അണിനിരന്ന വെംഗറിന്റെ കളിക്കൂട്ടം. ഇംഗ്ലീഷ് മണ്ണിൽ അവർക്കന്ന് എതിരാളികളില്ലായിരുന്നു. 26 ജയം, 12 സമനില. ഒറ്റ ടീമിന് പോലും ആ ക്യാമ്പയിനിൽ അവരെ തോൽപ്പിക്കാനായില്ല. 2ാം സ്ഥാനത്തുള്ള ചെൽസിയുമായി 11 പോയിന്റിന്റെ ക്ലിയർ ഡിഫറൻസ്. എന്നാൽ ആ ക്യാമ്പയിന് ശേഷം ഒരൊറ്റ തവണ പോലും ആഴ്സണലിന്റെ ഷെൽഫ് പ്രീമിയർ ലീഗ് കിരീടം കണ്ടിട്ടില്ല. കപ്പിനും ചുണ്ടിനുമിടയിൽ പല കുറി അത് നഷ്ടമായി. അർട്ടേറ്റയ്ക്ക് കീഴിൽ പ്രതീക്ഷകളുടെ ആകാശത്തേക്ക് ഏറെ ദൂരം പറന്നു. ഇടയ്ക്കിടെ ചിറകറ്റ് നിലത്ത് വീണുകൊണ്ടിരുന്നു. ഇക്കുറി അത് ആവർത്തിക്കില്ല എന്ന് വിശ്വസിച്ചു തുടങ്ങുകയാണ് ഗണ്ണേഴ്സ് ആരാധകർ. നിലവിലെ ചാമ്പ്യന്മാർ ചിത്രത്തിലില്ലാത്തൊരു ക്യാമ്പയിൻ, പ്രതിസന്ധികൾ ഒഴിയാത്ത പെപ്പിന്റെ കൂടാരം. എൻസോ മരസ്കിയുടെ ചെൽസിയാണ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത്. അവരുമായി ഇപ്പോൾ 6 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. ഈ ആഴ്ച സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടക്കുന്ന പോരിൽ ബ്ലൂസിനെ വീഴ്ത്തിയാൽ ആ ഡിഫറൻസ് 9 ഉയർത്താം. നിലവിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമാണോ അർട്ടേറ്റയുടെ ആഴ്സണൽ? ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കിടയിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണം വാരിയെറിഞ്ഞത് ലിവർപൂളാണ്. 450 മില്യൺ പൗണ്ട് എന്നാൽ ചില്ലറ തുകയൊന്നുമല്ല. ആ ലിവർപൂൾ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 12ാം സ്ഥാനത്ത് കിടപ്പുണ്ട്. ഗണ്ണേഴ്സും ഇക്കുറി സ്ക്വാഡ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 250 മില്യണാണ് അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇക്കുറി ഇറക്കിയത്. എന്നാൽ അർട്ടേറ്റ തന്റെ സിസ്റ്റത്തെ അറിഞ്ഞാണ് ആ ആഡിങ്സ് ഒക്കെ നടത്തിയത് എന്നതായിരുന്നു അയാളുടെ വിജയം. യോക്കറസ്, എസെ, ജുബിമെൻഡി, നൊഗാട്ട്, മധുവേക്കെ, മൊസ്ക്വറ. ബയണിനെതിരെ മാത്രം നോക്കൂ, പരിക്ക് വലക്കുന്നൊരു സംഘമാണത്. പക്ഷേ അർട്ടേറ്റയ്ക്ക് ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ബെഞ്ച് ബിഗ് നെയിമുകൾ കൊണ്ട് തന്നെ സമ്പന്നമാണ്. മധുവേക്കയും ഒഡഗാർഡും മാർട്ടിനെല്ലിയും തിരിച്ചെത്തുന്നു. മധുവേക്കെ തന്റെ കംബാക്ക് സ്കോർ ചെയ്ത് ആഘോഷമാക്കുന്നു. സ്പേഴ്സിനെതിരെ ഇറങ്ങിയ 11-ൽ 2 മാറ്റങ്ങൾ, അതും സീസണിൽ തങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്തായ ബാക്ക് ലൈനിൽ. മൊസ്ക്വറയും ലെവിസ്കെല്ലിയും ഫസ്റ്റ് 11-ലെത്തുന്നു. ലെവിസ്കെല്ലി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടെങ്കിലും ഫലത്തിൽ അത് വല്ലാതെ ബാധിച്ചിട്ടില്ല എന്നതിൽ ആരാധകർക്ക് ആശ്വസിക്കാം. യോക്കറസ്, ട്രോസാർഡ്, കായ് ഹാവേർട്സ്, ഗബ്രിയേൽ പരിക്കിന്റെ പിടിയിലായതൊക്കെ
വലിയ പേരുകളാണ്. എന്നിട്ടും അർട്ടേറ്റ ഈ സംഘത്തെ കൊണ്ട് ബയണിനെതിരെ ഡൊമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്ക്വാഡ് ഡെപ്ത് എത്രയാണെന്ന് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് അർട്ടേറ്റ നടത്തിയ സൈനിങ്ങുകളൊക്കെ എടുത്തു നോക്കൂ. അയാൾ തൻ്റെ 11 മാത്രമല്ല സ്ക്വാഡിനെ ഒന്നാക്കിയാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സീസണിൽ ആഴ്സണലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തുകളിൽ ഒന്ന് ഡിഫൻസ് ആണ്. 6 ഗോളാണ് ഈ സീസണിൽ അർട്ടേറ്റയുടെ സംഘം പ്രീമിയർ ലീഗിൽ ആകെ വഴങ്ങിയത്. ഇംഗ്ലീഷ് മണ്ണിൽ കളിച്ച 12-ൽ 7 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ്. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച 5-ൽ 4-ലും ക്ലീൻ ഷീറ്റ്. ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിൽ തുടർച്ചയായി 8 ക്ലീൻ ഷീറ്റുകൾ. ഗബ്രിയൽ, സാലിബ, ടിംബർ, കലഫിയോരി, ബെൻ വൈറ്റ്, മോസ്കറ, ആ പേരുകളൊക്കെ ഇന്ന് പലരുടെയും പേടി സ്വപ്നമാണ്. ഒരു പെർഫെക്റ്റ് നമ്പർ 9 മുറവിളികൾ ഏറെക്കാലമായി മാനേജ്മെന്റ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് എമിറേറ്റ്സിലേക്കുള്ള വിക്ടർ യോക്കറസിന്റെ എൻട്രി. അയാളാണെങ്കിൽ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുമാണ്. ഇനി പ്രീമിയർ ലീഗ് ടോപ്പ് സ്കോറർമാരുടെ പട്ടിക നോക്കൂ. പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ള ഗണ്ണേഴ്സ് നിരയിൽ നിന്ന് എത്ര പേർ ആ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലുണ്ട്? ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാനാകില്ല. 4 വീതം ഗോളുകളുള്ള എസയും യോക്കറസുമാണ് സീസണിൽ ഗണ്ണേഴ്സിന്റെ ടോപ്പ് സ്കോറർമാർ. ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാമതുള്ള ഹാലണ്ട് 14 തവണ വലകുലുക്കിയിട്ടുണ്ട്. പക്ഷേ പെപ്പിന്റെ സംഘത്തിലെ പ്രശ്നങ്ങൾ അപ്പോഴും കൂടാരം വിട്ടൊഴിഞ്ഞിട്ടില്ല. ആഴ്സണൽ നിരയിലേക്ക് നോക്കൂ. സ്കോർ ചെയ്യാൻ തിരനിറച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പാതുകങ്ങൾ ഉണ്ടവിടെ. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ. മാർട്ടിനെല്ലി 5 തവണ ഇക്കുറി വലകുലുക്കിയിട്ടുണ്ട്. അതിൽ 4-ഉം ചാമ്പ്യൻസ് ലീഗിലാണെന്ന് ഓർക്കണം. പ്രതിസന്ധികൾക്ക് ഉടനടി പരിഹാരമുണ്ട് അർട്ടേറ്റയുടെ കയ്യിൽ. സ്ക്വാഡ് ഡെപ്ത്, സെറ്റ് പീസ് ബ്രില്യൻസ്, ഡിഫൻസീവ് സ്ട്രെങ്ത്. ഐ കാൺ സി എ വീക്ക്നെസ് ഇൻ ദി സ്ക്വാഡ്. മുൻ ഇംഗ്ലീഷ് താരം അലൻ ഷീറർ അർട്ടേറ്റയുടെ സ്ക്വാഡിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് ആരാധകരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകും ഇപ്പോൾ.